എയർ ഇന്ത്യ ജീവനക്കാരുടെ മിന്നൽ പണിമുടക്കിൽ വലഞ്ഞ് യാത്രക്കാർ. തിരുവനന്തപുരം അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിന്ന് 4 വിമാനങ്ങൾ റദ്ദാക്കി. ഷാർജ, മസ്കറ്റ്, ദമാം, ബഹ്റൈൻ എന്നിവിടങ്ങളിലേക്കുള്ള സർവീസുകളാണ് നിർത്തിവെച്ചത്. അതേസമയം പ്രതിഷേധിച്ച ഏതാനും യാത്രക്കാർക്ക് എയർ ഇന്ത്യ യാത്രാ സൗകര്യമൊരുക്കി. യാത്രക്കാരിൽ പലരും വിമാനത്താവളത്തിലെത്തിയപ്പോഴാണ് വിമാന സർവീസ് നിർത്തിവെച്ച വിവരം അറിയുന്നത്. ക്യാബിൻ ക്രൂ ജീവനക്കാരുടെ മുന്നറിയിപ്പില്ലാത്ത പണിമുടക്കാണ് യാത്രക്കാർക്ക് തലവേദനയായത്. എയർ ഇന്ത്യ എക്സ്പ്രസിന്റെ ഷാർജ, മസ്കറ്റ്, ദമാം, ബഹ്റൈൻ എന്നിവിടങ്ങളിലേക്കുള്ള വിമാനങ്ങളാണ് മുന്നറിയിപ്പില്ലാതെ നിർത്തലാക്കിയത്. ഞാൻ ഇന്നലെ 5 മണി കഴിഞ്ഞപ്പോൾ ഇവിടെ വന്നു. എനിക്ക് 7:40 ഇവിടെ കയറണം, 10:40 ഫ്ലൈറ്റ്. 7:40 കയറി 10:40 ഫ്ലൈറ്റ് എടുത്തില്ല. ഫ്ലൈറ്റ് എവിടെ ചോദിക്കും, പറഞ്ഞു 2 മണിക്കൂർ ഡിലേ ആണ്. 12:40 2 പൊടി കുഞ്ഞുങ്ങളുമായിട്ട് വന്നതാണ്. 12:40 പറയാം ഫ്ലൈറ്റ് ക്യാൻസലാണ്, നിങ്ങൾ പൊക്കോന്ന്. ഇത്രയും നേരം ഞങ്ങൾ 7:40 കയറി 12:40 വരെ ഇവർ വെയിറ്റ് ചെയ്യിപ്പിച്ചിട്ട് പറയുകയാണ് ഫ്ലൈറ്റ് ഇല്ല, പൊക്കോന്ന്. നമ്മൾ ജോലി ആവശ്യത്തിനായിട്ടാണല്ലോ അങ്ങോട്ടേക്ക് പോകുന്നത്. ചെറിയ കുഞ്ഞുങ്ങളെ കൊണ്ട് പോകുമ്പോൾ എന്തെങ്കിലും കാര്യം ഉണ്ടായിട്ടായിരിക്കുമല്ലോ അത്ര അത്യാവശ്യപ്പെട്ട് പോകുന്നത്. ഫ്ലൈറ്റ് ക്യാൻസലാണ്. ഇതുവരെ ഒരു ഗ്ലാസ് പച്ചവെള്ളം കൊടുത്തിട്ടില്ല. ഇന്നലെ രാത്രി 7:40 കയറിയതാണ്. ഇതുവരെയ്ക്കും അതിനുള്ള സംവിധാനം കൊടുത്തിട്ടില്ല. അത് കണക്കാണ് ഇനിയിപ്പോൾ നമ്മൾ വന്നതിൻ്റെ വണ്ടിയും പാർക്കിംഗ് 250 അവർക്ക് കൊടുക്കണം. ഇന്നലെ കൊടുത്തു. ഇപ്പോൾ ഒരു ചായ ഇവിടെ നിന്ന് കുടിക്കണമെങ്കിൽ കൊടുക്കണം 50 രൂപ. ആ ഒരു രീതിയിൽ കൈകാര്യം ചെയ്ത് എങ്ങനെ നമ്മൾ മുമ്പോട്ട് പോകുന്നത്? ഒരുപാട് ദുരിതങ്ങൾ അനുഭവിച്ചു. ഞങ്ങൾ ദൂരെ നിന്ന് വന്നു. ഇവിടെ വന്നിട്ട് ഞങ്ങൾ എത്രമാത്രം റോഡ് പണികൾ നടക്കുന്നത് അവിടെ എല്ലാം ഞങ്ങൾ ട്രാഫിക്കിൽ കുരുങ്ങി ഞങ്ങൾ ഇത്രയും കഷ്ടപ്പെട്ട് ഇവിടെ വന്ന് ഞങ്ങളുടെ ഫ്ലൈറ്റിന് ടൈം ആയപ്പോഴാണ് 10:30 അവർ പറയുന്നത് ഫ്ലൈറ്റ് ലൈക്ക് 1 hour ഡിലേ ആണ്. 11:40 പറഞ്ഞു, പിന്നെ അവസാനം 12:40 പറഞ്ഞു, പിന്നെ അവസാനം 1 o'clock പറഞ്ഞു. 1 o'clock പറയുന്നു ഫ്ലൈറ്റ് ക്യാൻസൽ ചെയ്തു, സോറി. നമുക്ക് ഒരു വെള്ളം തന്നില്ല, കുടിക്കാനായിട്ട് ഒന്നുമില്ല. ഒരു പീസ് ബ്രെഡും തന്നിട്ട് ഞങ്ങളിങ്ങനെ ഇരിക്കുകയാണ് അത്രയും നേരം മുതൽ ഇന്നുവരെ വരെ. ആർക്കും ഒരു അക്കോമഡേഷൻ തരിക. കൊച്ചു കുഞ്ഞുങ്ങളെ കൊണ്ടൊക്കെ എത്രയോ പേര് അവിടെ നിന്ന് അവർ കുഞ്ഞുങ്ങൾ കരയടിക്കുകയൊക്കെ ചെയ്യുകയാണ്. ആശുപത്രി ആവശ്യങ്ങൾക്കായി എത്തിയ യാത്രക്കാരും സർവീസ് നിർത്തലാക്കിയതോടെ വഴിയാധാരമായി. പോകുന്ന ഒരു എമർജൻസി ആയിട്ടാണ് പോകുന്നത്, മെഡിക്കൽ എമർജൻസി ആയിട്ട്. ഞങ്ങൾ രാവിലെ ഒരു 5:30 ആയപ്പോൾ ഇവിടെ എത്തി. ഇവിടെ വന്നപ്പോഴാണ് പറയുന്ന ഫ്ലൈറ്റ് ക്യാൻസൽ ആയിരുന്നു. ഒരു മുന്നറിയിപ്പ് ഒന്നും തന്നിട്ടില്ല. ഇന്നലെ ബുക്ക് ചെയ്ത ഫ്ലൈറ്റാണ്, എന്നിട്ട് പോലും ഒന്നും പറഞ്ഞില്ല. പിന്നെ റീഫണ്ട് ചോദിച്ചാൽ പറയുന്നത് റീഫണ്ട് 2 weeks ആകുമെന്നാണ് പറയുന്നത്. അപ്പോൾ അടുത്ത ഫ്ലൈറ്റ് 14 അല്ലെങ്കിൽ 17 ഉള്ളൂ. ആണെങ്കിൽ ഫ്ലൈറ്റും ഇല്ല. ഇനി ഫ്ലൈറ്റ് എന്തെങ്കിലും വേണമെങ്കിൽ നമ്മൾ സ്വന്തമായിട്ട് കാശിട്ട് അറേഞ്ച് ചെയ്ത് പോകണമെന്നാണ് പറയുന്നത്. ഭയങ്കര ഇറസ്പോൺസിബിലിറ്റി ആയി സംസാരിക്കുന്നത്. അതേസമയം പ്രതിഷേധം കനത്തതോടെ ഏതാനും ചില യാത്രക്കാർക്ക് സൗകര്യമൊരുക്കി എയർ ഇന്ത്യയും തടിയൂരി. ബോർഡിംഗ് പാസ് വരെ കിട്ടി, പാസ്പോർട്ടിൽ സ്റ്റാമ്പ് വരെ ചെയ്തതാണ്. എന്തായാലും ഞങ്ങൾ ഇത്രയും നേരം അവരോട് സംസാരിച്ചതിൻ്റെ ഭാഗമായിട്ട് ഞങ്ങൾക്ക് ഇന്നത്തെ ടിക്കറ്റ് കിട്ടിയിട്ടുണ്ട്, സന്തോഷമുണ്ട്. അപ്പോൾ ടിക്കറ്റ് ഇല്ലാഞ്ഞിട്ടല്ലായിരുന്നു, ഐ ഡോണ്ട് നോ, അതിനെപ്പറ്റി അറിയില്ല. എന്തായാലും എനിക്ക് നാളത്തെ ആവശ്യമായിരുന്നു. എന്തായാലും അവരത് ചെയ്തു തന്നിട്ടുണ്ട്. സംഭവത്തിൽ വിശദീകരണവുമായി എയർ ഇന്ത്യ രംഗത്ത് വന്നു. ക്യാബിൻ ക്രൂ ജീവനക്കാർ കൂട്ടമായി സിക്ക് ലീവ് എടുത്തതാണ് പ്രതിസന്ധിക്ക് കാരണമായതെന്നാണ് എയർ ഇന്ത്യയുടെ വിശദീകരണം. യാത്രക്കാർക്കുണ്ടായ അസൗകര്യത്തിൽ ഖേദം രേഖപ്പെടുത്തിയ എയർ ഇന്ത്യ ബദൽ സംവിധാനം ഒരുക്കാമെന്നും അറിയിച്ചു. ജനം, തിരുവനന്തപുരം.